അർജുൻ ജാനെ മെസ്സേജ് ചെയ്തിട്ടുണ്ടോ? ഒരു വർഷം അർജുൻ ജാന്റെ ബോയ് ഫ്രണ്ട് ആയിരുന്നു. അല്ലാണ്ട് എനിക്ക് തോന്നുന്നില്ല കേട്ടോ അർജുന്റെ ഒരു ക്യാരക്ടർ വെച്ചിട്ട് ആ രീതിയിലൊന്നല്ല. ഇതിപ്പോ വെറുതെ അല്ല, എനിക്ക് ഞാൻ കണ്ടല്ലോ ഒരു 3 എവിടുന്ന് കണ്ട് ഈ 3 മാസം മറ്റേ ബിഗ് ബോസിൽ അതിനുള്ള അവരെന്നെ സമ്മതിക്കുന്നത് കംപ്ലീറ്റ് എഡിറ്റഡ് ആയിട്ടാണ് വിടുന്നത്. ഇതിലിപ്പം നമ്മൾ ഇത്രയും കാലമായിട്ട് പറഞ്ഞുകൊണ്ടിരുന്നത് ഇത് എന്താ വിധോ ഇത് കംപ്ലീറ്റ് ഇനിയിപ്പോൾ ഇപ്പോൾ വന്നിട്ട് പറയാം ഞാൻ കണ്ടുല്ലോ എന്ന്. ഇതാണ് ബാലാമണി, ഇതാണ് ബാലാമണി, ഒരു പൊട്ടി കുട്ടിയാണ് ബാലാമണി. 90 ചില്ലാനം ദിവസം ബിഗ് ബോസ് കണ്ടിട്ട് അത് എഡിറ്റഡ് ആണെന്നും പറഞ്ഞ് ആ ഷോയും റിവ്യൂ ചെയ്ത് എല്ലാം കഴിഞ്ഞ ശേഷം നമ്മൾ പറയുക അതിൻ്റെ ക്യാരക്ടർ അങ്ങനെയല്ലല്ലോ നമ്മൾ കണ്ടുല്ലോ. എന്ത് കണ്ടു? ബിഗ് ബോസിൽ കണ്ടതാ. ഞാൻ സ്പീക്കർ ഫോൺ ഇടുമ്പോൾ ഫസ്റ്റ് വരുന്നത് തെറിയാണ്. ഈ തെറി കേൾക്കുന്നത് എൻ്റെ 13 വയസ്സായ മകനും പിന്നെ 6 വയസ്സായിട്ടുള്ള മോളുമാണ് കേൾക്കുന്നത്. നമസ്കാരം. ബിഗ് ബോസ് മലയാളം സീസൺ 6-ന്റെ ഇന്ന് മൺഡേ എപ്പിസോഡ് പ്ലസ് ലൈവ് റിലേറ്റഡ് ആയിട്ടുള്ള നമ്മുടെ യൂഷ്വൽ വീഡിയോ. വിധു തിരിച്ചെത്തി അല്ലേ? ഇത് തിരിച്ചെത്തി ഉറക്കം തൂങ്ങിക്കൊണ്ടാണ് കുറച്ച് ലേറ്റായി. എന്നുവെച്ചാൽ അവൻ രാവിലെ എണീപ്പിക്കുകയാണ്, കുട്ടികളൊക്കെ എണീപ്പിക്കുന്ന സമയത്ത്. അപ്പോൾ ഇവൾക്ക് തന്നെ നിർബന്ധം എത്ര ലേറ്റ് ആയി കഴിഞ്ഞാൽ അവളും വീഡിയോയിൽ വരണം എന്നുള്ളത്. 2 ദിവസം ഇത് മിസ് ചെയ്തു അല്ലേ? ഒരുപാട് പേര് ചോദിച്ചു വന്നു. ഓക്കെ, അപ്പോൾ വേറെ ഇതോ വീഡിയോ കിടക്കാം. ഫസ്റ്റ് ഞാനൊരു ക്ലിപ്പ് പ്ലേ ചെയ്തിട്ടുണ്ട്. നമ്മളിന്ന് ലൈവ് ചർച്ചകളിലേക്ക് പോകുന്ന ലൈവിൻ്റെ നമ്മൾ എപ്പിസോഡ് കാര്യമായിട്ടൊന്നുമില്ല, പക്ഷെ അതിലുള്ള ചർച്ചകളിലേക്ക് പോകുന്നതിന് മുന്നേ ഇന്നലെ ഞാൻ വീഡിയോ അവസാനിപ്പിച്ചൊരു കേസ് ഉണ്ട്. ഓക്കെ, ഇവിടെ ഉണ്ടായിരുന്നില്ല. അർജുൻ്റെ ഒരു കേസ്, അതായത് സിജോ ഇറങ്ങിപ്പോയ സമയത്ത് അർജുൻ കരഞ്ഞു. യെസ്, ആ കരച്ചിൽ എനിക്ക് അല്ലേ വിധു നടക്കും അല്ലേ? ഒരു സുഖമായിട്ട് തോന്നിയില്ല, എന്തോ സ്ട്രേറ്റ് ഫോർവേഡ് ആയിട്ട് തോന്നിയില്ല. പിന്നെ ഇപ്പം എന്താ അറിയാം ഇതോ അവിടുത്തെ സ്ഥിതി? ഇവരൊക്കെ ആദ്യം ചെയ്യുന്ന കരഞ്ഞാൽ നേരെ കണ്ണു കുത്താം. റിയൽ ലൈഫിൽ എന്താ ചെയ്യുക? അങ്ങനെയാണോ? അല്ല, കരയല്ലേ ചെയ്യുക? അല്ല, അത് എന്താ വെച്ചാല് അത് ഫേക്കാണ്. അർജുൻ അപ്പൊ കരയേണ്ട ആവശ്യം ഉണ്ടായിരുന്നു എന്ന് തോന്നി. കാരണം ഞാൻ പറയട്ടെ, ഒരു 40 ദിവസം ആ ദിവസങ്ങളൊക്കെ ആയിരുന്നു ഈ ചിലപ്പോ പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ കരയും. കാരണം കൂടെ എപ്പോഴും ഒരുമിച്ചിരിക്കാനുള്ള ആള് പോയി എന്നുള്ളത്. ഇതിപ്പോ 3 ദിവസം, ഇനി ഒരാഴ്ചയേ ഉള്ളൂ. ഇനിയിപ്പോ പോണവരൊന്നും കരയേണ്ട ഒരു ആവശ്യമില്ല. ഇന്നലെ അത് ഇത്ര ദിവസമായി, ഇനിയിപ്പോ പോവല്ലേ, എല്ലാവർക്കും ആരായാലും പോവല്ലേ നല്ലത്. അപ്പൊ അതുകൊണ്ട് തന്നെ അഭിഷേകിന്റെ ആറ്റിറ്റ്യൂഡാണ് എനിക്ക് ഇഷ്ടപ്പെട്ടത്. വളരെ ഇതിപ്പോ ഒരു പക്ഷേ ചിലപ്പോൾ നിങ്ങൾ വിചാരിക്കും ഈ ഒരു വീഡിയോ തുടങ്ങുന്നതോടുകൂടി അർജുൻ അഗെയിൻസ്റ്റ് ആയിട്ടുള്ള ഹേറ്റും പരിപാടി. അതൊന്നല്ല. ഞാൻ ഈ ഫസ്റ്റ് വീഡിയോ കാണിക്കാനുള്ളതും ഒക്കെ നമ്മൾ സോഷ്യൽ മീഡിയ ചർച്ച ചെയ്യുന്ന കാര്യങ്ങൾ കമന്റിലൂടെയും ഒക്കെയാണ് നമ്മൾ പറയുന്നത്. സോഷ്യൽ മീഡിയയിൽ ഒരുപാട് ഞാൻ കണ്ടതും കുറെ ഫേസ്ബുക്കിൽ അതും ഇതിലൊക്കെ വായിച്ചതൊക്കെയാണ്. മിക്കവാറും അർജുൻ കരഞ്ഞത് എന്തിനാന്ന് വെച്ചാല് പിന്നെ അത് സത്യട്ടോ. കാരണം ശ്രീതു ഔട്ടായ അർജുന് ഭയങ്കര ഗുണമാണ്. ഫുൾ അർജുന് പോസിറ്റീവായിട്ടേ വരുള്ളൂ. കാരണം ശ്രീതുവിന്റെ ഫാൻസിന്റെ വോട്ട് വരും, അർജുനന്റെ ചിലപ്പോൾ കോൺഫിഡൻസ് കൂടും. പിന്നെ ശ്രീതു ഔട്ട് ആയില്ല, ചിലപ്പോൾ അതിനാവും കരയണം. കാരണം ശ്രീതു ഔട്ട് ആവാത്തത് കൊണ്ട് തന്നെ ഇവരുടെ വോട്ട് അങ്ങനെ ഒരു പ്രശ്നം എന്തായാലും വരും. വോട്ട് സ്പ്ലിറ്റ് ആവും. അപ്പോൾ ആ ഒരു പ്രോബ്ലം കൊണ്ടാണ് അപ്പോൾ വോട്ട് ഇങ്ങനെ ഷെയർ ചെയ്ത് പോകും രണ്ടുപേരും. ഇവനെ ശ്രദ്ധിച്ചു. ഞാൻ ആ ഒരു ഇന്നലത്തെ പോർഷൻ ഞാൻ വീണ്ടും എടുത്ത് കണ്ടതിന് ശേഷമാണ് ഞാൻ അങ്ങനത്തെ ഒരു വീഡിയോ നേരെ ചെയ്തത്. കാരണം എന്താ വെച്ചാൽ ആ സമയത്ത് അർജുൻ്റെ ഫേസ് ഭയങ്കര പ്രത്യേകത, അങ്ങനെ ഇരിക്കുന്നു. അത് കഴിഞ്ഞിട്ട് സ്പോണ്ടേനിയസ് ആയിട്ടാണ് സിജോ എന്ന് പറയുന്ന സമയത്ത് ഇവൻ നേരെ, അതാ ഞാൻ പറഞ്ഞത് റിയൽ ലൈഫിൽ കരയുന്ന സമയത്ത് ആൾക്കാർ കരയാണ്. ഇതിൽ മാത്രം കരയുക, ആദ്യം ചെയ്യുക തലയും മുഖവും പൊത്തി തലയും താത്തിരിക്കുക, പിന്നെ ഒറ്റ ഓട്ടം ഓടിക്കഴിയുക, നമ്മളെ മൈക്കെടുത്തെറിയുന്നു, ബാത്റൂമിൽ കയറി വാതിലടയ്ക്കുക. പിന്നെ രസം തരുന്നേരെ ശ്രീതു വന്നിട്ട് വാതിൽ മുട്ടുമ്പോണ്ട് സൗണ്ട് കേൾക്കുന്നത്. അപ്പൊ കരഞ്ഞറിയിക്കണാവോ? പക്ഷെ അപ്പൊ അർജുൻ എന്താ അപ്പൊ ആഗ്രഹിക്കണെന്ന് മനസ്സിലാവില്ല. ശ്രീതു ഔട്ടായി അപ്പൊ അതിനേക്കാൾ സങ്കടപ്പെടണ്ടേ? ശ്രീതു അർജുൻ തമ്മിലാണ് അവിടെ കോംബോ ഒക്കെ ഉള്ളത്. ഷിജു ആയിട്ട് ഭയങ്കര ബ്രദർ ആയിട്ടാണ് എന്നൊക്കെ പറയുന്നു ഇവര് രണ്ടുകൂട്ടരും പറയുന്നുണ്ട്. അല്ലെങ്കിൽ നമ്മുടെ കുഴപ്പമായിരിക്കും. ബിഗ് ബോസ് നമുക്ക് കാണിച്ചു തന്നിട്ടുണ്ടാവില്ല അവരുടെ സീൻസ്. വേറെ സംഭവം ബാക്കിയുള്ള എന്താ, ഞാൻ അതിന് മാത്രം അവരിയ്ക്കുന്നത് കണ്ടിട്ടില്ല. നമ്മൾ ആരും കണ്ടിട്ടില്ല. ഈ വീഡിയോ ചെയ്യുന്ന ആൾക്കാരും കമന്റുകളിൽ ചെയ്ത ആൾക്കാരും നമ്മൾ ചാറ്റ് ചെയ്യുന്ന സംഭവം ഉണ്ട്. പക്ഷെ ഒരുപാട് നേരമൊന്നും എല്ലാവരും ഇരുന്ന് സംസാരിക്കണതോ അങ്ങനത്തെ ഒരു അറ്റാച്ച്മെന്റ് ഒന്നും ഞാൻ കണ്ടിട്ടില്ല കേട്ടോ. അതെ. അപ്പൊ ഞാൻ ഈ ഫസ്റ്റ് കാണിച്ച വീഡിയോയിലേക്ക് വരാം. അതിന് മുന്നൊരു കാര്യം കൂടി പറയാനുള്ളത്, ഈ ഒരു കേസാണ് പറഞ്ഞ് അവസാനിപ്പിക്കാതിരിക്കാം. അതായത് ഇപ്പോൾ സിജോ പുറത്ത് വന്നിട്ടൊന്നൊരു സംഭവം ഉണ്ടായി. ഓക്കെ, സിജോ പറഞ്ഞു അർജുൻ്റെ മാലയാണ് ഞാൻ കഴുത്തിൽ അണിഞ്ഞിട്ടുള്ളത്. ഇവിടെ ജിൻഡോക്ക് എഗെയിൻസ്റ്റ് ആയിട്ട് ഭയങ്കര സീരിയസ് ആയിട്ട് ഒരു പ്ലോട്ട് നടക്കുന്നുണ്ട്. അതിൻ്റെ ഒരു തുടക്കം കുറിച്ചിട്ടുള്ളത് സീക്രട്ട് ഏജന്റ് സായി കൃഷ്ണൻ അല്ലേ? അതിൻ്റെ ഉള്ളിൽ എല്ലാവരോടും പറഞ്ഞു കേട്ടൊരു സംഭവമുണ്ട്. ഇത് കഴിഞ്ഞ ശേഷം സായി പുറത്തു വരുന്നു. പുറത്ത് വന്നതിന് ശേഷം നമുക്ക് ഒരുപാട് വോയിസ് മെസ്സേജസും കാര്യങ്ങളൊക്കെ ഫോർവേഡ് ചെയ്ത് കിട്ടി.
ഇവരെല്ലാവരും കൂടി ജിൻഡോക്ക് അഗെയിൻസ്റ്റ് ആയിട്ട് വോട്ട് ക്യാമ്പയിൻ ചെയ്യുന്നുണ്ടെന്നുള്ളത്. അപ്പോൾ അവിടെ ആരെ സപ്പോർട്ട് ചെയ്യുന്നു എന്നുള്ളൊരു സംഗതി ഉണ്ടായിരുന്നു. അത് ഒബ്വിയസ്ലി സിജോ തന്നെ ആയിരിക്കും സായി പുറത്തുന്ന സമയത്ത്. ഇപ്പോൾ സിജോൻ്റെ എവിക്ഷൻ കൂടി വന്ന സമയത്ത് അത് ജിൻഡോക്ക് ഒന്നും കൂടി അഗെയിൻസ്റ്റ് ആയിട്ട് നിൽക്കുന്ന സിറ്റുവേഷനാണ്. കാരണം വെച്ചാൽ വളരെ സ്ട്രോങ് PR ആയിട്ട് നിൽക്കുകയാണ്. ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് ഇപ്പോൾ ഞാൻ മൂപ്പൻ്റെ വീഡിയോയിലാണ് കണ്ടത്. അതായത് സിജോ പുറത്ത് വന്നിട്ടുള്ളൊരു വീഡിയോ മൂപ്പർ റിയാക്ട് ചെയ്തിട്ട് പോലെ അവിടെ നിന്ന് കാണില്ല, ക്യാമറയിൽ നിന്ന് ഓടിപ്പോകും. സുഖമായിട്ടിരിക്കണ്ട, നമ്മൾ ക്യാമറയിൽ നിന്ന് ഓടിപ്പോവുക. എന്തായാലും 2 ദിവസം വീഡിയോ ഒക്കെ വന്നില്ല എന്നുണ്ടെങ്കിൽ ടച്ച് വിട്ടോ, ഇത് ടച്ച് ചെയ്തിരിക്കും, ചൂടും കേട്ടോ ടച്ച് ചെയ്യും. പിന്നെ അപ്പോൾ ഔട്ട് ഓഫ് ഇതിൽ പോവാണ്, ഈ ഒരു ഫീൽഡ് ഓഫ് വ്യൂ മിസ്സായി പോവാണ്. പോട്ടെ, അപ്പോൾ ഇതിൻ്റെ ടെമ്പോ കളയാൻ കേട്ടോ. എന്നാലും ഞാൻ എന്താ പറഞ്ഞല്ല, ഞാൻ എന്താ പറഞ്ഞു, ഇത് ജിൻഡോക്കെതിരെ എന്താ സംഭവം അറിയോ? മൂപ്പൻ്റെ വീഡിയോയിലേ മൂപ്പൻ പറയുന്നൊരു കാര്യമുണ്ട്. അപ്പോൾ ആ ഒരു റീല് ഞാൻ കണ്ടതാണ്. അതായത് റീലല്ല, ആ ഒരു വീഡിയോ സിജോ പുറത്ത് വന്നതിന് ശേഷം സിജോനോട് അർജുനെ കുറിച്ച് ചോദിക്കുന്ന, കരച്ചിലിനെ കുറിച്ച് ചോദിക്കുന്ന സമയത്ത് ഞങ്ങൾ അങ്ങനെ ആയിരുന്നു, ഞാൻ എൻ്റെ മാലയാണ് ഇട്ടത് എന്നൊക്കെ പറഞ്ഞിട്ട് സിജോ ഒരു പുറത്തുനിന്നൊരു സംഗതി പറയുന്നു. പിന്നെ ഇവിടുന്ന് ഇറങ്ങി വന്നിട്ടുള്ള എക്സ് ബിഗ് ബോസ് ഗ്യാങ് എല്ലാവരും കൂടി മീറ്റ് ചെയ്തതിന് ശേഷം സ്വാഭാവികമായിട്ടും അവർ കൺവേ ചെയ്ത മെസ്സേജ് പ്രകാരം ഇവരെല്ലാം സപ്പോർട്ട് ചെയ്യാൻ പോകുന്ന അർജുനെയാണ്. ഇതിൻ്റെ മുന്നോടിയായിട്ടാണ് അല്ലെങ്കിൽ പിന്നോടിയായിട്ടാണ് വാട്ടെവർ ആണ് മൂപ്പൻ്റെ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളത്. മൂപ്പൻ്റെ സ്ക്രീൻഷോട്ട് കാണിക്കുന്നുണ്ട്. അതായത് സിജോ ആർമിയുടെ പേര് മാറ്റിയിട്ട് അർജുൻ ആർമി എന്നാക്കി. ആണോ? യെസ്, ഇപ്പൊ തന്നെയോ? യെസ്. അപ്പോൾ അവർ വളരെ ക്ലിയർ ആയിട്ട് സപ്പോർട്ട് ചെയ്യാൻ പോകുന്ന അർജുനെയാണ്. അർജുന കരഞ്ഞതിന് കാര്യം ഉണ്ടായില്ലോ? അർജുൻ കരഞ്ഞതിനും കാര്യം ഉണ്ടായി. ഇത് രണ്ട് കാര്യമുണ്ട്. ഇത് അർജുൻ ഉദ്ദേശിച്ചിട്ടുണ്ടാവുള്ളൂ. അത് കരച്ചിലോണ്ട് മാത്രമല്ല, ഇത് രോഗി ഇച്ഛിച്ചതും വൈദ്യം കൽപ്പിച്ചതും എന്നുള്ള സാധനം എന്താ അറിയോ? ഈ സായും ടീമും ഇപ്പോൾ ഇവരൊക്കെ സിജോ ഒക്കെ എല്ലാവരും ജിൻഡോക്കെതിരാണ്. ജിൻഡോക്ക് അവിടെ കപ്പ് കൊടുക്കരുത് എന്നുള്ളൊരു സംഗതി അവിടെ നിൽക്കുന്നുണ്ട്. അപ്പം നമ്മളാരെയും വോട്ട് ചെയ്യാൻ ഇതുവരെ നമ്മൾ ആരോടും പറഞ്ഞിട്ടില്ല കേട്ടോ എന്നാക്കെ വോട്ട് ചെയ്യുന്നുള്ളത്. നമുക്ക് തോന്നിയ കാര്യങ്ങൾ പറയും. നിങ്ങൾ ഇഷ്ടമുള്ള ആൾക്ക് നിങ്ങൾ വോട്ട് കൊടുത്താൽ മതി, നമുക്ക് അങ്ങനെയൊന്നുമില്ല. പക്ഷെ കണ്ട കാര്യങ്ങൾ പറയണം. ഞാനൊന്നും ഇപ്പോൾ നമ്മളിവിടെ പറയുന്നില്ല. എന്താ ചെയ്യാം, നമ്മുടെ ഇഷ്ടത്തിന് പറയാം. എല്ലാവരും വോട്ടിംഗ് എന്നുള്ള സംഗതി ആരും അങ്ങനെ പരസ്യപ്പെടുത്താൻ പറ്റില്ല. ജനാധിപത്യ എന്ത് വോട്ടാണ് അത് സത്യമായിട്ടും. വോട്ടല്ലേ 18 വയസ്സാവുന്നു വേണ്ടല്ലോ, ഭയങ്കര വോട്ട്. ഇവിടെ അതൊക്കെ വരും, എന്താ പറയുക, ഇന്നുണ്ടോ? അതെ, ചെയ്യണോ വേണ്ടേ തന്നെ ആലോചിച്ചിട്ടില്ല, അതാണ് സത്യം. പോട്ടെ. അപ്പോൾ അതേ സംഭവം എന്താ വെച്ചാൽ എന്താ പറഞ്ഞു, ഇനിയും പോയിലേക്ക് മിസ്സായില്ലോ. അപ്പോൾ ജിൻഡോക്ക് ഏജൻസായിട്ടൊരു സംഗതി അവിടെ നടക്കുന്നുണ്ട്. അപ്പോൾ വോട്ടിംഗ് ഒക്കെ എന്താ വെച്ചാൽ എല്ലാവരും അവരുടെ ഇഷ്ടം വരെ തീരുമാനിക്കുക, അത് വേറെ കഥ. അപ്പോൾ ഇതിപ്പോൾ ഈ ടീം ഒരു കോക്കസ് അവിടെ ഫോം ചെയ്തിട്ട് ഇവിടെ അർജുനെ സപ്പോർട്ട് ചെയ്യാന്ന് പറഞ്ഞ സമയത്ത് വോട്ടിൻ്റെ കാര്യത്തിൽ അർജുൻ ഈ ആഴ്ച ഒരു ഹൈക്ക് ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. പക്ഷെ അവിടെ നെഗറ്റീവ് ഫാക്ടറായിട്ട് നിൽക്കുന്നത്, അർജുന് നെഗറ്റീവ് ഫാക്ടറായിട്ട് നിൽക്കുന്നത് ശ്രീതുവാണ്. പിന്നെ ശ്രീതു ഇപ്പം എങ്ങനെയാണ് അവിടെ എത്തിക്കൂടിയെന്ന് അറിയില്ല, അത് വേറെ കഥ. ബാക്കി എല്ലാവരും പോയി കഴിഞ്ഞിട്ട് അവിടെ എത്തിയ കഥ. അപ്പോൾ ഇതൊക്കെ നിൽക്കുന്ന സമയത്താണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഒരു ചർച്ച വന്നിട്ടുള്ളത്. അതിൻ്റെ ഒരു വോയിസ് ക്ലിപ്പാണ് നിങ്ങൾ ആദ്യം കേട്ടിട്ടുള്ളത്. അതായത് ജാൻമണിയും രഞ്ജിനി ഹരിദാസും കൂടി അവരുടെ ഇൻ്റർവ്യൂവിൽ രഞ്ജിനിയുടെ ചാനലിൽ പറയുന്ന ഒരു സ്മോൾ പോർഷനാണ് നിങ്ങൾ കേട്ടിട്ടുള്ളത്. ആ സ്മോൾ പോർഷനിൽ ചെറിയൊരു കാര്യം പറഞ്ഞു വെച്ചാൽ, ഈ അർജുൻ ഒരു വർഷത്തോളം ജാൻമണിക്ക് മെസ്സേജ് അയച്ചിരുന്നു, ബോയ് ഫ്രണ്ടാണ്. ഇതൊക്കെ സോഷ്യൽ മീഡിയ ചർച്ച ചെയ്യും, നമുക്കറിയില്ല കേട്ടോ. നമുക്കൊരു ഡിഗ്രേഡിങ് ആക്കിയിട്ടോ കാര്യങ്ങളൊന്നും കാണരുത്. നമ്മൾ കണ്ട കാര്യങ്ങൾ പറയുന്നു, അത് നിങ്ങളിലേക്ക് എത്തിക്കുന്നു. വിശ്വസിക്കുന്നില്ല, നമുക്കറിയാം. ഞാൻ നമുക്ക് മനസ്സിലായോ, നമുക്കറിയില്ല. നമ്മൾ പറഞ്ഞ പോലെ തന്നെ നമ്മൾ വിശ്വസിക്കാതെ വോട്ടെവർ നമ്മൾ വിശ്വസിക്കുന്നു. സോഷ്യൽ മീഡിയയിലുള്ള ഒരു കാര്യം അത് സോഷ്യൽ മീഡിയ മാത്രമല്ല, എന്താ പറയുക, സോഷ്യൽ മീഡിയ ഡിസ്കസ് ചെയ്തിട്ടുള്ള ഒരു വർഷമായിട്ട് അർജുൻ്റെ ഫാൻസൊക്കെ ചിലപ്പോൾ നമ്മളെ ഹേറ്റ് ചെയ്യണം. ഞങ്ങൾക്ക് അറിയില്ല, ഞങ്ങൾ പറഞ്ഞേ ഉള്ളൂ. അതായത് ഒരു വർഷമായിട്ട്, പിന്നെ ഇത് നമ്മൾ ഉണ്ടാക്കിയതുമല്ല, അതാണ് ഏറ്റവും രസം. ഒരു വർഷമായിട്ട് അർജുനും ജാൻമണിയും തമ്മിൽ റിലേഷൻഷിപ്പ് ഉണ്ട്, അവർ മെസ്സേജ് അയക്കുന്നുണ്ട് എന്ന് പറയുന്നുണ്ട്. ഇതാണ് സോഷ്യൽ മീഡിയ ഡിസ്കഷൻ. അതിൻ്റെ കൂട്ടത്തിൽ വേറെ കാര്യങ്ങൾ പറയുന്നുണ്ട്, ജാൻമണിയുടെ ബോയ് ഫ്രണ്ടാണ് അർജുന്. അറിയില്ല എന്താണ്. പക്ഷെ ആ ചോദ്യം ചോദിക്കുന്ന സമയത്ത് നോ എന്നൊരു സംഭവം വരുന്നത്. ഞാൻ ആ ഓഡിയോ ഒന്നും ഇവിടെ, ആ ഒരു ഇൻ്റർവ്യൂവിൻ്റെ ക്ലിപ്പ്, അതായത് അവർ തമ്മിൽ സംസാരിച്ചിട്ടുള്ള ഒരു ഇൻ്റർവ്യൂവിൻ്റെ ചെറിയൊരു ക്ലിപ്പ് ഒന്ന് പ്ലേ ചെയ്യാം കേട്ടോ. Hold on guys, this is really interesting. ഒരു ടെലിവിഷൻ ഷോന്റെ ഒരു കോണ്ടെക്സ്റ്റ് മാറ്റുന്നത് എങ്ങനെയാണ് ഇപ്പൊ നമ്മള് this is shocking for me. I was talking, I said no നോടാതെ സ്വന്തം എടുത്തേക്കാൻ ലാലേട്ടന് പറഞ്ഞു, നമ്മള് സ്വന്തമായിട്ട് എടുത്തേക്കുന്നേ. അതിപ്പോ ആരെ പറഞ്ഞാലും തെറ്റാണ്. ഓക്കെ, അപ്പൊ നോറയുടെ നല്ല സോറി പറയണ്ടതല്ലേ, അപ്പൊ അർജുന്റെ അടുത്താണ് സോറി. I never say sorry to him. Sorry, because he said in front of me, Big Boss said like a lot of people know Arjun is like my boyfriend for 1 year. I don't even know that guy. അതായത് ലോട്ട് ഓഫ് പീപ്പിൾ സെഡ്, ലോട്ട് ഓഫ് പീപ്പിൾ സെഡ് അർജുൻ ഇസ് മൈ, അതാണ് Arjun is like my boyfriend for 1 year. ഒരു മിനിറ്റ്, ഒന്ന് ബാക്ക് അടിക്കാം. Sorry, because he said in front of me, Big Boss said like a lot of people know Arjun is like my boyfriend for 1 year. I don't even know that guy. എന്തൊക്കെയാണ് നടക്കുന്നത്?
they're like one person is coming and asking Janu he said അവനെ എന്റെ മെസ്സേജ് ചെയ്ത് എല്ലാം മൊത്തം മെസ്സേജ് എന്റെ കയ്യിലേക്കുണ്ടോ ഞാൻ ഇതിന്റെ നടുക്കൊന്നിരുന്നോട്ടെ. അതായത് അർജുനാണ് മെസ്സേജ് ചെയ്ത് അർജുൻ ചെയ്ത മെസ്സേജസ് കംപ്ലീറ്റ് ജാൻമണിയുടെ അടുത്തുണ്ടെന്ന്. ഇത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണല്ലോ. ഷോക്കിംഗ് ആയി പോയിട്ട് ശരിക്കും ഇത് പ്ലേ ചെയ്യട്ടെ. അർജുൻ ജാനെ മെസ്സേജ് ചെയ്തിട്ടുണ്ടോ? ഒരു വർഷം അർജുൻ ജാന ബോയ് ഫ്രണ്ട് ആയിരുന്നോ? ഓക്കെ ഡൺ. നമ്മൾ മറ്റേ ടോപ്പിക് ക്ലോസ് ചെയ്തു. ഇനി അടുത്ത ടോപ്പിക്കിലേക്ക് പോകാം. ഇവിടെ വെച്ച് ഇവരുടെ കോൺവെർസേഷൻ അവിടെ വെച്ച് അവർ നിർത്തിയിട്ടോ. അർജുൻ ജാനിന് മെസ്സേജ് ചെയ്തിട്ടുണ്ടോ ഫോർ 1 year? ബോയ് ഫ്രണ്ട് ആണോ? നോ. ഈ ഒരു കോൺവെർസേഷൻ ഇതാണ്, ഇതിൻ്റെ അർത്ഥം കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് അറിയില്ല. അപ്പോൾ ഈ ഒരു ഡിസ്കഷനാണ് സോഷ്യൽ മീഡിയയിലുള്ളത്. നമുക്ക് എന്താ സിറ്റുവേഷൻ എന്നുള്ളത് അറിയില്ല. അതൊരു പക്ഷേ ജാൻമണി ഒരു സെലിബ്രിറ്റി മേക്കപ്പ് ആർട്ടിസ്റ്റ് അല്ലേ, അപ്പൊ ചിലപ്പോ ഇവർ മോഡലല്ലേ, അപ്പൊ ഒരു ഹായ് ഒക്കെ പറഞ്ഞ് മെസ്സേജ് അയച്ചതാവും. ചാൻസിന് വേണ്ടിയിട്ട് പല കാര്യങ്ങളും ഉണ്ടാവുമല്ലോ, ഷോസ് ഒക്കെ ഇവർക്ക് നന്നായിട്ട് അറിയുണ്ടാവുമല്ലോ, അപ്പൊ പറയാൻ വേണ്ടിയിട്ടും അങ്ങനെ ഒരേ ഫീൽഡ് ആണല്ലോ, അപ്പൊ അതിനുള്ള മെസ്സേജ് ആയിരിക്കും. അല്ലാണ്ട് എനിക്ക് തോന്നുന്നില്ല കേട്ടോ അർജുൻ ഒരു ക്യാരക്ടർ വെച്ചിട്ട് ആ രീതിയിലൊന്നല്ല. ഇതിപ്പോ വെറുതെ അല്ല, എനിക്ക് ഞാൻ കണ്ടല്ലോ ഒരു 3 കണ്ട് ഈ 3 മാസം മറ്റേ ബിഗ് ബോസിൽ അതിനുള്ള അവരെന്നെ സമ്മതിക്കുന്നത് കംപ്ലീറ്റ് എഡിറ്റഡ് ആയിട്ടാണ് വിടുന്നത്. ഇതിലിപ്പം നമ്മൾ ഇത്രയും കാലമായിട്ട് പറഞ്ഞുകൊണ്ടിരുന്നത് ഇത് എന്താ വിധോ ഇത് കംപ്ലീറ്റ് ഇനിയിപ്പോൾ ഇപ്പോൾ വന്നിട്ട് പറയാം ഞാൻ കണ്ടുല്ലോ എന്ന്. ഇതാണ് ബാലാമണി, ഇതാണ് ബാലാമണി, ഒരു പൊട്ടി കുട്ടിയാണ് ബാലാമണി. 90 ചില്ലാനം ദിവസം ബിഗ് ബോസ് കണ്ടിട്ട് അത് എഡിറ്റഡ് ആണെന്നും പറഞ്ഞ് ആ ഷോയും റിവ്യൂ ചെയ്ത് എല്ലാം കഴിഞ്ഞ ശേഷം ഇപ്പോൾ പറയുക അതിൻ്റെ ക്യാരക്ടർ അങ്ങനെയല്ലല്ലോ നമ്മൾ കണ്ടുല്ലോ. എന്ത് കണ്ടു? ബിഗ് ബോസിൽ കണ്ടതാ. നമുക്കൊന്നും അറിയില്ല വിധു, നീ ഒന്നും അറിയില്ല, നീ ഒരു കൊച്ചു കുട്ടിയാണല്ലോ. ലാലേട്ടൻ്റെ സിനിമ മനസ്സിലായി. പോട്ടെ വോട്ടെവർ. അപ്പോൾ എന്താ സംഭവം എന്നുള്ള അറിയില്ല. ഇങ്ങനൊരു ഡിസ്കഷൻ സോഷ്യൽ മീഡിയയിൽ വരുന്നുണ്ട്. അതായത് ഇവൻ എന്തൊക്കെ അറിയില്ല, കമൻറ്റ് ബോക്സിൽ കംപ്ലീറ്റ് ബോയ് ഫ്രണ്ട് ആണെന്നൊക്കെ പറയുന്നത് നമുക്കറിയില്ല കേട്ടോ. അപ്പോൾ നമുക്ക് പെട്ടെന്ന് ഇന്നത്തെ ടോപ്പിക്കിലേക്ക് കിടക്കാം. നമ്മൾ കാര്യമായിട്ട് സംസാരിച്ചതാണ് അല്ലേ. ഇന്നിപ്പോൾ എന്താണ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ തന്നെ അർജുൻ ശ്രീതു കോമ്പോനെ വെച്ചിട്ട് സംസാരിച്ചാണ്. അത് എന്താ കാരണം അറിയോ? അർജുൻ ശ്രീതു കോമ്പോനെ പറ്റി സംസാരിച്ചു, ഋഷി അഭിഷേകും കൂടി. ആ ക്ലിപ്പാണ് ബിഗ് ബോസ് ഇട്ടിട്ടുള്ളത്. ഇത് കഴിഞ്ഞതിന് ശേഷം ഇവർ എല്ലാവരും കൂടി ഡിസ്കസ് ചെയ്യുന്നത് ജാൻമണി തലമിന്നി വീണ് എടുത്തുകൊണ്ടുപോകുമ്പോഴും ആ സമയത്ത് അർജുനും ജാൻമണിയോടുള്ള ആറ്റിറ്റ്യൂഡും അർജുന് തിരിച്ചുള്ളതും കണ്ടാൽ ഛർദ്ദിക്കാൻ വരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ആദ്യം ഡിസ്കഷൻ ആയി ഇവര് അതിനോട് കണക്ട് ചെയ്തിട്ടാണ് ഇന്ന് അവിടെ അലമാറ വന്നിട്ടുള്ളതും അതിൻ്റെ ഉള്ളിൽ ചങ്ങാതി ജാൻമണി വന്നിട്ടുള്ളൂ. ഈ ജാൻമണി വരുന്നു, അർജുനും ജാൻമണി തമ്മിൽ കണക്ഷൻ കൊടുക്കുന്നില്ല. അപ്പം ഞാൻ പറഞ്ഞത് എന്തറിയോ, ഇവർ തമ്മിലുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ ആ ഒരു നമ്പർ പറഞ്ഞിട്ടൊരു സംഭവം അല്ലേ, ഇവരുടെ കമ്മ്യൂണിറ്റി നിക്ഷേപിച്ചു പറഞ്ഞ സംഗതി വേറെന്താ പ്രശ്നങ്ങളോ എന്തെങ്കിലും കമന്റ് ചെയ്യൂട്ടോ. ഇനി അർജുന ഇപ്പൊ എനിക്ക് എന്താ ഈ കമന്റ് ബോക്സ് ഈ കമന്റും ഈ ഇതും ജാൻമണി ശരിക്കും അർജുനെ അതാ ഞാൻ പറഞ്ഞു. ഈ മൈൻഡിങ്ങിന്റെ മാത്രമല്ല, ഞാൻ വേറൊരു സംഗതിയിൽ ശ്രദ്ധിച്ചു. ഈ മൈൻഡിങ്ങിന്റെ മാത്രമല്ല ഇവര് പിന്നെ പ്രത്യേക നോട്ടാണ് അർജുൻ ഇങ്ങനെ നോക്കുന്നത്. അപ്പോൾ എന്തോ ഒരു എന്തൊക്കെ ഉള്ള പോലെ നോക്കുന്നത്. അപ്പോൾ ഞാൻ സത്യം പറഞ്ഞാൽ ഈ എപ്പിസോഡ് കണ്ട സമയത്ത് ഞാൻ വിചാരിച്ചെന്താ അറിയോ, ഒരുപക്ഷെ ചിലപ്പോൾ ഇവർ തമ്മിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ നമ്മൾ ടെലികാസ്റ്റ് ചെയ്യാത്ത ഇഷ്യൂസ് ഉണ്ടായിരിക്കുന്നതായി വിചാരിച്ചിട്ടുള്ളത്. പക്ഷേ ഇത് കഴിഞ്ഞിട്ടാണ് ഈ ഒരു ഇൻ്റർവ്യൂ നമ്മളേക്ക് സംഗതി ഇൻഫർമേഷൻ എത്തുന്നതും. അപ്പോൾ നമ്മൾ കാണുന്ന സമയത്ത് എന്തുകൊണ്ടോ നമുക്കറിയില്ല. വോട്ടെവർ എന്താണെന്നുണ്ടെങ്കിലും ആ ഒരു ഡിസ്കഷനും പരിപാടിയും കാര്യങ്ങളൊക്കെ. പിന്നെ ശ്രീതു അർജുൻ കോംബോ ഇഷ്ടമാണോ ലവ് ആണോ എന്നുള്ളത് ശരിക്കും അവരുടെ ഉള്ളിലുള്ളവർക്ക് ശരിക്കും ഡൗട്ട് തന്നെയാണ്. അതാണ് അഭിഷേകും ഋഷിയും കൂടി സംസാരിച്ചത്. പക്ഷെ നമുക്ക് തോന്നിയിട്ടുള്ളൊരു സംഗതി പറയാം, ശ്രീധുവിന് ഇവനോട് ഒന്നുമില്ല. ശ്രീധു പിന്നെ എസ്കേപ്പ് ചെയ്യാൻ നോക്കുന്നുണ്ട്. പക്ഷെ ഇവൻ അവിടെ ഒരു കോംബോ അവിടെ നിലനിൽപ്പിന് വേണ്ടിയിട്ട് ചെയ്യുന്ന പോലെ പേരും അവിടെ നിലനിൽക്കാനുള്ള ഒരു കോംബോ ആണെന്ന് മനസ്സിലാണ്. രണ്ടുപേർക്കും അത്രേ ഉള്ളൂ. എനിക്ക് അങ്ങനെ തോന്നി. കറക്റ്റാണ് ഞാൻ പറഞ്ഞത്. ചിലപ്പോൾ പിന്നെ ഇപ്പം ജാൻമണി പറഞ്ഞു ഈ വീട്ടിൽ നിന്ന് പുറത്ത് പോയി കഴിഞ്ഞാൽ അതിൻ്റെ വില മനസ്സിലാവുള്ളൂ. എനിക്ക് വീട്ടിലെ പോകണം എന്നിട്ട് രാവിലെ തൊട്ട് വൈകുന്നേരം വരെ കറങ്ങിയെന്നാണ് ഇപ്പം അതിനുള്ളിൽ കയറി ചെന്നിട്ട് വീടിനെ പറ്റി. അതേമാതിരി രണ്ടാം കോമഡി ഉണ്ടെന്ന്, രണ്ടാമത്തെ കോമഡി. അതായത് നമ്മളെ മറ്റേ ചങ്ങായി പറ്റുന്ന ആ യമുന റാണി. ഒരു മിനിറ്റ് അപ്പോഴേക്ക് വേറെ സാധനം വന്നു. യമുന എവിടെ പോയി? യമുന ബിഗ് ബോസ് ഹൗസിൽ ചെന്നിട്ടേ ബിഗ് ബോസ് ഹൗസിൽ പോയിട്ട് പറയുകയാണ്, നിങ്ങൾ നോറ ഇറങ്ങിപ്പോയപ്പോൾ നിങ്ങളാരും മുണ്ടിയില്ല. അല്ല, നോറ ഇറങ്ങിപ്പോയപ്പോ നിങ്ങളുടെ മുഖത്തൊന്നും ആരുടെ മുഖത്തൊരു സങ്കടം കണ്ടില്ല, ഒന്ന് കരഞ്ഞ് ഒന്നും ചെയ്തില്ല. അപ്പൊ ഇത്രേ ഉള്ളൂ റിലേഷൻഷിപ്പ് നിങ്ങൾ തമ്മിൽ നിന്ന് പുറത്തുള്ളവർക്ക് തോന്നും. അത് കാണുന്നവർക്ക് അത്ര വലിയ നല്ല കാര്യമായി തോന്നില്ല, നിങ്ങൾ ഭയങ്കര ഹാപ്പി ആയിട്ട് പറഞ്ഞയക്കുന്നത് എന്ന്.
പിന്നെ എന്താ അല്ല അവര് അല്ല ദിവസമൊക്കെ ഇത് കഴിഞ്ഞതിന് ശേഷമാണ് ഇവരുടെ ഒരു ഇന്റർവ്യൂ കേട്ടോ, ഇവരുടെ ഇന്റർവ്യൂവിന്റെ ഒരു പോർഷൻ കണ്ടോളൂ. ജാസ്മിന് തന്നെയാണ് സത്യം പറഞ്ഞ, ജാസ്മിന് തന്നെയാണ് നല്ല രണ്ട് കൊടുക്കാൻ എനിക്ക് തോന്നിയിട്ടുള്ള പല സമയത്തും. അകത്ത് നിൽക്കുമ്പോൾ നമ്മുടെ അവിടെ ചെന്ന് അവിടെ ചെന്നിട്ട് ഭയങ്കര കെട്ടിപ്പിടുത്തും പരിപാടിയൊക്കെ പോട്ടെ എന്താണെന്നുണ്ടെങ്കിൽ ആ ഇന്റർവ്യൂ കംപ്ലീറ്റ് ആയിട്ട് കാരണം ഇതൊന്നല്ല അവർ പറഞ്ഞിട്ടുള്ളത്, ഒരു ചെറിയ പോർഷനൊക്കെ അല്ല. നോറ പോയപ്പോ ആരും സങ്കടപ്പെടേണ്ട ആവശ്യം എനിക്ക് തോന്നിയിട്ടില്ല കേട്ടോ. കാരണം എന്താ വെച്ചാൽ കരഞ്ഞില്ല. പ്രേക്ഷകർക്ക് തോന്നിയെന്ന് പറയുന്നു യമുന, പക്ഷെ നമുക്കൊന്നും തോന്നിയിട്ടില്ല. കാരണം എന്താ വെച്ചാൽ നോറയ്ക്കും തിരിച്ചില്ല അല്ലേ, നോറയ്ക്ക് തിരിച്ചില്ല. അപ്പൊ ഇവരും പിന്നെ കഴിഞ്ഞില്ലേ, ഷോ കഴിയാറായില്ലേ, പിന്നെ ഇനിയിപ്പോ ഏറ്റവും വലിയ ഡിസ്കഷൻ വീണ്ടും ഉണ്ടായിട്ടില്ല. 5 ലക്ഷം കൊണ്ടായ ഡിസ്കഷൻ ഒന്നും ഉണ്ടായിട്ടോ. അത് ഋഷിക്ക് ഭയങ്കര സ്ട്രോങ് ആയിട്ടാ പറഞ്ഞിട്ടോ, ഋഷിനെ ചതിച്ചു. ഞാൻ ആദ്യം ഇത് ഫസ്റ്റ് ഒന്നിനും ഇതില്ലാണ്ടാക്കി അത് എന്നൊക്കെ പറഞ്ഞു അല്ലേ ഋഷി. ഞാൻ ഈ ഫസ്റ്റ് തന്നെ ഞാൻ പറയട്ടെ, ഞാൻ ഈ ആദ്യമായിട്ട് സോഷ്യൽ മീഡിയയിൽ ഞാൻ കണ്ടുകൊടുത്ത ആദ്യമായിട്ട് വീഡിയോ ഉണ്ട് ഋഷീനെ ചതിച്ചു എന്നുള്ള സാധനം. എന്താ പറയാൻ വെച്ചാൽ അവൻ തന്നെയാണ് അതിനുള്ള പറഞ്ഞിട്ടുള്ളത്, അവനെ ചതിച്ചു എന്നുള്ള രീതിയിൽ. ആ ഒരു സംഗതി തന്നെയാണ് ഇപ്പോഴും പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതൊക്കെ തന്നെയാണ്. വേറെന്താ ഇതൊന്ന് പിന്നെ ശ്രീതു പിന്നെ ഇന്ന് ഒരു പ്രത്യേക രീതിയിൽ സംസാരിച്ചു കിച്ചണിന്. അർജുനോട് പറഞ്ഞിട്ടില്ലേ ഇവരെന്തിനാണ്, അർജുൻ പറഞ്ഞു എന്നെ മൈൻഡ് ചെയ്യണില്ല, ജാൻമോണി എന്നെ മൈൻഡ് ചെയ്യണില്ല എന്നുള്ളത് പറഞ്ഞു, ശ്രദ്ധിക്കില്ല. അപ്പൊ ശ്രീതു ചോദിക്കുന്ന ചോദ്യം കണ്ടോ, രഹസ്യമായിട്ട് വന്നിട്ട് അർജുനോട് പറയാണ് പിന്നെ ഇവരെന്തിനാ അവളെ കെട്ടിപ്പിടിച്ചത് എന്ന്, അവളെ കെട്ടിപ്പിടിക്കണെന്നോ ആ രീതിയിൽ ചോദിച്ചു. ജാസ്മിനെ ജാൻമോണി എന്തിനാ ജാസ്മിനെ കെട്ടിപ്പിടിച്ചത്? അതെ. അപ്പൊ ശ്രീതുന്റെ മനസ്സിലുണ്ട് ഇങ്ങനത്തെയൊക്കെ സംഗതി. ഞാൻ പറയട്ടെ, നമ്മൾ കാണാത്ത പല സംഗതികളും ചിലപ്പോൾ അതിനുള്ളിൽ ഉണ്ടായിരിക്കാം. ഓക്കെ, എന്താണെന്നുണ്ടെങ്കിലും 2-3 കാര്യങ്ങൾ ഇന്ന് എവിഡൻ്റ് ആണ്. ഒന്ന് അർജുൻ്റെ കേസ്, പിന്നെ അർജുൻ്റെ ഈ ഒരു ആർമി മാറുന്ന സിറ്റുവേഷൻ, അവർ വോട്ട് ചോദിക്കുന്ന സിറ്റുവേഷൻ, പിന്നെ പുറത്ത് രൂപപ്പെട്ടിട്ടുള്ള ബെൽറ്റ് ജിൻഡോക്ക് അഗെയിൻസ്റ്റ് ആയിട്ട്. പിന്നെ അതിലേറെ ഏറ്റവും വലിയൊരു കാര്യം എടുത്ത് പറയേണ്ട എന്താണെന്ന് വെച്ചാൽ, ഉള്ളിൽ നിന്ന് വന്നവർ ഉള്ളിലൊക്കെ എല്ലാ അടിപിടികളും കഴിഞ്ഞ് പുറത്തെത്തിയിട്ട് എല്ലാവരും അങ്ങോട്ട് ജോയിൻ്റ് അയക്കണം. ഗബ്രീം അല്ലേ, മറ്റേ ജയസൂര്യ ആടിൽ സിനിമ പറഞ്ഞാൽ ഈ മരുന്ന് നിറച്ചവനും വെടിവെച്ചവനും എന്നല്ല കേസ്, ഒച്ച കേട്ടവനാണ് കേസ് വന്നിട്ടുണ്ട്. ഇതൊക്കെ കണ്ട് പറഞ്ഞ അമ്മക്കാണ് കേസ്. കുറ്റപ്പെടുത്തുന്നത് റിവ്യൂ ചെയ്തവർക്കാണ്. വളരെ ക്വിക്കായിട്ട് ഈ വീഡിയോ തന്നെ ആ കാര്യം പറയാം, സെപ്പറേറ്റ് പറയണ്ട. ഇന്ന് മൂപ്പൻ ശരത് ബ്രോ മൂപ്പൻസിൽ ഒരു ചെറിയൊരു ക്ലിപ്പ് പറഞ്ഞിട്ടുണ്ട്. അതായത് യൂട്യൂബേഴ്സിനെ എന്താ പറയുക ത്രെട്ടൻ ചെയ്യുന്നത്. ഇത് സെപ്പറേറ്റ് വീഡിയോ നമ്മൾ ചെയ്യണ്ടല്ലോ, ഇത് തന്നെ പറഞ്ഞു പോയാൽ പറയാം, കണ്ണൂർ കണ്ടാൽ മതി. ഓക്കെ, അപ്പോൾ ഒരു ചെറിയ കാര്യം മൂപ്പൻ അതിൽ പറഞ്ഞു പോകുന്നുണ്ട്. അതായത് റിവ്യൂ ചെയ്യുന്ന യൂട്യൂബേഴ്സിനെ, അതായത് ഇത് റിവ്യൂ ചെയ്യുന്ന യൂട്യൂബേഴ്സ് അവരുടെ കാര്യങ്ങൾ പറയുന്ന യൂട്യൂബേഴ്സിനെ ത്രെട്ടൻ ചെയ്യുന്ന സിറ്റുവേഷൻ ഉണ്ടെന്നുള്ളത് മൂപ്പൻ ഇന്ന് വീഡിയോയിൽ പറഞ്ഞു. സീരിയസ് ആയിട്ട് മൂപ്പൻ പറഞ്ഞിട്ടുള്ള വ്യക്തി ഞാനാണ്. ഇന്നലെ ഞാൻ പറഞ്ഞില്ല, ഇന്നലെ ഒരു വള്ളി കേസ് വേറെ വ്യക്തികൾ, മൂപ്പൻ പറഞ്ഞിട്ടുള്ള ആ ഒരു വ്യക്തി എന്നെ കുറിച്ചാണ് എനിക്കറിയാലോ മൂപ്പനെ പറഞ്ഞ സംഭവം. സംഗതി എന്താണെന്ന് വെച്ചാൽ, ഇന്നലെ ഞാൻ പറഞ്ഞിരുന്ന ഒരു വള്ളി കേസ്, ഞാൻ ആൾക്കാരെ പേരോ കാര്യങ്ങളോ ഒന്നും ടാർഗറ്റ് ചെയ്ത് പറയുന്നില്ല, പക്ഷെ ഉണ്ടായ സത്യമാണ്. ഇന്നലെ ഞാൻ പറഞ്ഞതിൽ എനിക്കൊരു വള്ളി കേസ് വന്ന് ചടിയെന്നറില്ലേ. ഞാൻ ഇന്നലെ ഇവിടെ ലേറ്റ് ആ വീഡിയോയ്ക്ക് വരാതിരിക്കാനും ഞങ്ങളുടെ വീട്ടിലെ തന്നെ കംപ്ലീറ്റ് അറ്റ്മോസ്ഫിയർ ചേഞ്ച് ചെയ്തിട്ടുള്ള ഒരു സിറ്റുവേഷനാണ് എൻ്റെ വീട്ടിലുണ്ടായത്. ഞാൻ ഒരു വീഡിയോ ചെയ്തു, ഒരു വ്യക്തിക്ക് എഗെയിൻസ്റ്റ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ള കാര്യങ്ങൾ എല്ലാവരും ചെയ്തിട്ടുള്ളൊരു സംഭവം ഞാനും വീഡിയോ ചെയ്തു. ഓക്കെ, എല്ലാവരും ഇതിലെ വീഡിയോ എല്ലാവരും പറഞ്ഞ അതേ സാധനം തന്നെ ഞാനും എൻ്റെ നാവുകൊണ്ട് പറഞ്ഞതിന് എന്നെ ഒരു വ്യക്തി വിളിച്ചിട്ട് പറയാത്ത തെറികളൊന്നുമില്ല. ഈ തെറി പറയുന്ന സമയത്ത് ഞാൻ എൻ്റെ കുടുംബമായിട്ട് ഇവിടെ നിന്ന് ഭക്ഷണം കഴിക്കുക ഡൈനിങ് ടേബിളിൽ. ഞാൻ സ്പീക്കർ ഫോൺ ഇടുമ്പോൾ ഫസ്റ്റ് വരുന്നത് തെറിയാണ്. ഈ തെറി കേൾക്കുന്നത് എൻ്റെ 13 വയസ്സായ മകനും പിന്നെ 6 വയസ്സായിട്ടുള്ള മോളുമാണ് കേൾക്കുന്നത്. എന്നിട്ട് ഈ ചെക്കന് കുറച്ചൊക്കെ തെറിയെന്നുള്ള മനസ്സിലായി. എനിക്കിപ്പോൾ തെറി വലിയ പുത്തരിയല്ല, പക്ഷെ എന്നാലും ഞാൻ പറയാണ്, നമ്മളങ്ങനെ ആരോടും പറയാറില്ല. എന്നെ ഒരുപാട് തെറി പറഞ്ഞു, അത്യാവശ്യം ഭയങ്കര ത്രെട്ടനിങ്ങും പരിപാടിയും കാര്യങ്ങളൊക്കെ ഉണ്ടായി. അത് ആ പറഞ്ഞ വ്യക്തി ഞാൻ അവർക്കെതിരെ ചെയ്തിട്ടുള്ള വീഡിയോ കൊണ്ടാണ്. എന്നിട്ട് ഞാൻ സത്യം പറയാം, ഈ തെറി മുഴുവൻ എന്നെ പറഞ്ഞു, ഞാൻ അവരോട് അങ്ങോട്ട് സോറി പറഞ്ഞു. റീസൺ എന്താ വെച്ചാൽ അവരോട് സോറി പറഞ്ഞു. എന്തിനെന്നറിയോ, ഞാൻ അങ്ങനത്തെ ഒരു വ്യക്തിയാണ്. നമ്മുടെ കാരണം കൊണ്ട് നിങ്ങൾ ഹേർട്ടായിട്ടുണ്ടെങ്കിൽ അതിനെന്താ നിങ്ങൾക്ക് വേണ്ടത്, ഐ എം റെഡി ടു സേ സോറി എന്ന് ഞാൻ പറഞ്ഞു. ഞാൻ ആ വീഡിയോ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ റിമൂവ് ചെയ്യാം. ഞാൻ ആ വീഡിയോ റിമൂവ് ചെയ്യാൻ റെഡി ആയിരുന്നു. ഞാൻ സത്യം പറഞ്ഞാൽ അത് ആദ്യം പ്രൈവറ്റ് ആക്കിയതാണ്. പിന്നീട് അവരെന്നെ എന്നോട് പറഞ്ഞു കുഴപ്പമില്ല വീഡിയോ നീ റിമൂവ് ആക്കണ്ട എന്നൊക്കെ പറഞ്ഞു. പക്ഷേ എൻ്റെ ആ ഒരു സംസാരം ടോക്കൽ ഇതാക്കി. ഞാൻ ആ വിളിച്ച വ്യക്തിയെ ഞാൻ പറയുന്നില്ല, ഞാൻ പറയുന്നത് ആ വിളിച്ച വ്യക്തിനെ കൊണ്ട് വിളിപ്പിച്ച കുറച്ച് ആൾക്കാരുണ്ട്. ഇതിൻ്റെ പുറകിൽ കളിക്കുന്ന ആൾക്കാർ എന്തിനാ വെറുതെ ഭൂമി ഉരുണ്ടതാണ്.
ഇതൊക്കെ തിരിഞ്ഞു മറിഞ്ഞ് വരാൻ അധികം സമയമൊന്നും വേണ്ട. എന്തിനാ പറയുന്നത്, നമ്മളൊക്കെ ചെറിയ ആൾക്കാരാണ്, എന്തിനാണ് എന്നെയൊക്കെ ടാർഗറ്റ് ചെയ്യുന്നത്? ഇതൊക്കെ അവർ കാണുമെന്നുള്ള അറിയില്ല, പക്ഷെ എന്തിനാ എന്നെയൊക്കെ ടാർഗറ്റ് ചെയ്യുന്നത്? ഞാൻ മാത്രമല്ലല്ലോ ഈ വിഷയത്തിൽ പറഞ്ഞിട്ടുള്ളത്. ഈ അവിടെ ഇതൊന്നും അല്ലാത്തൊരു യൂട്യൂബർ, ആകെ 5-10 റിവ്യൂസ് കൊണ്ട് കിടക്കുന്നത് നമ്മളൊക്കെ എന്തിനാ വിളിച്ചിട്ട്? ഈ ഞാൻ ചോദിക്കുന്ന സമയത്ത് ഇതുപോലുള്ള പല ആൾക്കാരും സമാന രീതിയിലുള്ള വീഡിയോസ് ചെയ്ത ആൾക്കാരൊന്നും ഇവരൊന്നും പറഞ്ഞിട്ടില്ല. ഇത് എന്നെ വിളിച്ചിട്ട് എന്തിനാ രാത്രി പറയുന്നത്? കംപ്ലീറ്റ് റെക്കോർഡിങ്. ഇപ്പം എനിക്ക് റെക്കോർഡ് ചെയ്യുന്ന സ്വഭാവമില്ല, പക്ഷെ അതിൻ്റെ റെക്കോർഡ്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും. പക്ഷെ നമ്മളതൊന്നും ഉപയോഗിക്കാൻ വേണ്ടിയിട്ടല്ലോ. ഞാൻ ആ വിളിച്ച വ്യക്തിനെ ഞാൻ പറയില്ല വിധു, കാരണം അവർ ചിലപ്പോൾ എന്താ അറിയോ, അവർക്ക് ഞാൻ ആ വീഡിയോ ചെയ്ത സമയത്ത് അവർക്ക് തോന്നിയാൽ പറയും, പക്ഷെ അവരെ സ്ക്രൂ ചെയ്ത് വിട്ടുള്ള ആൾക്കാരുണ്ട്. അല്ല, അവര് തെറ്റിദ്ധരിക്കപ്പെട്ടാണ് ആരോ പറഞ്ഞു, ഇന്ന ആളോട് പറഞ്ഞു ചെയ്യിപ്പിച്ചു. ആ കാര്യം പറയണ്ട, അത് ആ ഇഷ്യൂ നമ്മൾ ഇതിൽ പറയുന്നില്ല. പക്ഷെ എന്നെ ഫോൺ ചെയ്ത് എന്നെ തെറി പറഞ്ഞിട്ടുള്ള വ്യക്തിനെ ബാക്കിൽ നിന്ന് നല്ല സ്ക്രൂ കൊടുത്തു, കറക്റ്റ് ടൈമിന് അവർക്ക് കൊള്ളുന്ന രീതിയിൽ സ്ക്രൂ കൊടുത്തിട്ട് ഇതൊക്കെ നമുക്ക് മനസ്സിലായി. ഇതിനുള്ള സംഗതികളൊക്കെ എനിക്കും മനസ്സിലായി. ഇപ്പം ഞാൻ ഈ പറഞ്ഞ പോലെ മൂപ്പനോടാണെന്നെങ്കിലും ഫെലോ നമ്മളും കുറച്ച് ആൾക്കാരൊക്കെ അറിയാലോ, നമ്മൾ വലിയ വലിയ യൂട്യൂബേഴ്സ് അല്ലാന്നുണ്ടെങ്കിലും അവർക്കൊക്കെ സംഭവം മനസ്സിലായി ഇത് ആരാണ് പുറകിൽ നിന്ന് ചെയ്തിച്ചുള്ളത്. ഞാൻ അത് ചോദിക്കുന്നത്, എന്തിനാ അതിൻ്റെ ആവശ്യമുള്ളത്? നമ്മൾ നല്ലതും പറഞ്ഞിട്ടുണ്ടേ, ഇത് നമ്മൾ എത്ര നല്ലത് പറഞ്ഞൊന്നും ശ്രദ്ധിക്കുകയില്ല ആരും. പിന്നെ ഞാൻ ചോദിക്കട്ടെ, ഈ ബിഗ് ബോസ് ഷോ കണ്ടിട്ട് റിവ്യൂ ചെയ്യാൻ പറഞ്ഞ കാലാകാലങ്ങളായിട്ട് അതിൽ നടക്കുന്ന കാര്യം റിവ്യൂ ചെയ്യുന്നവര് ഇഷ്ടപ്പെട്ടത് ഇഷ്ടപ്പെട്ടോ, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഇഷ്ടപ്പെട്ടില്ല എന്ന് പറയും. അത് ഒരാളെ ഞങ്ങള് ദിവസം മൊത്തം ഇയാളെ ഞങ്ങള് അതെ, എന്നിട്ട് ഒരാളെ തന്നെ പറയില്ലല്ലോ. എങ്ങനെയാണ് അവരുടെ ഓരോ ദിവസത്തെ പെർഫോമൻസ് അനുസരിച്ചിട്ടാണ് നമ്മൾ പറയുന്നത്. ഒരു എക്സാമ്പിൾ ഞാൻ പറയാം. ഓക്കെ, ഇപ്പോൾ സായിൻ്റെ കേസ് ഇപ്പം ഞാൻ പെട്ടെന്ന് ഓർമ്മ, ജാസ്മിൻ്റെ കേസ്, അതെ സായിയുടെ കേസ്. സായിനെ സപ്പോർട്ട് ചെയ്തു ആദ്യം, ചെന്നിട്ട് ഗെയിം നമുക്ക് ഇഷ്ടപ്പെട്ടില്ല, എതിർത്തു, നമ്മുടെ അഭിപ്രായം പറഞ്ഞു. പിന്നെ ഇവൻ നല്ലൊരു മനുഷ്യനാണെന്നുള്ള കണ്ടീഷനിൽ ഞാൻ ചെയ്തിട്ടുള്ള വീഡിയോ ഇന്ന് ഞാൻ കമ്മ്യൂണിറ്റിയിൽ ഇട്ടിട്ടുണ്ട്. ഓക്കെ, കുറച്ചുകൂടി നീങ്ങിയിരിക്കുക. ഇന്ന് ഞാൻ ആ വീഡിയോ കമ്മ്യൂണിറ്റിയിൽ ഇട്ടിട്ടുണ്ട്. ആ വീഡിയോയിൽ ഞങ്ങൾ പറഞ്ഞത് വളരെ മനസ്സ് തട്ടിയിട്ടാണ്, സീരിയസ്ലി, സത്യമായിട്ടും നമ്മൾ അത്രയും മനസ്സ്. ഞാൻ ഇന്ന് വീണ്ടും വീഡിയോ എടുത്ത് കണ്ടു, ഇതോ ഞാൻ കമ്മ്യൂണിറ്റിയിട്ടുണ്ട്. അതേപോലെ തന്നെ ഇത് മാത്രം പറയണ്ട, അതേപോലെ തന്നെ ജാസ്മിന്റെ നല്ല കാര്യങ്ങൾ പറയാറുണ്ട് കേട്ടോ. പിന്നെ ജാസ്മിൻ കൂടുതലും പറയണേ എനിക്കൊരു ബുദ്ധിമുട്ടില്ല, കൂടുതലും നമുക്ക് ഇഷ്ടപ്പെടാത്ത കാര്യങ്ങളാണ് ഒരു ടൈം മൊത്തം ചെയ്തിരുന്നത്. പിന്നെ ഗബ്രി പോയതിനു ശേഷം ജാസ്മിന്റെ ചില കാര്യങ്ങളും ജാസ്മിന്റെ ചില സ്വഭാവങ്ങളൊക്കെ നമ്മൾ നല്ല രീതിയിലുള്ളത് പറയാറുണ്ട്. അതുവരെ ജാസ്മിൻ കാണിച്ചത് ഒരു കേരളത്തിലുള്ള ഒരുവിധ ആൾക്കാർക്ക് ഇഷ്ടപ്പെടാത്തതാ, ഒരു പ്രത്യേക കാറ്റഗറിയിൽപ്പെട്ടവർക്ക് മാത്രമേ ഇഷ്ടപ്പെടുന്നവർ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ടാണ് അത് പറഞ്ഞത്. അത് ഞങ്ങൾ മാത്രമല്ല, എല്ലാ റിവ്യൂ ചെയ്യുന്ന ആൾക്കാർക്കും അതായിരുന്നു അഭിപ്രായം. അപ്പൊ അത് പറഞ്ഞു, അത്രേ ഉള്ളൂ. അതേപോലെ ഇപ്പൊ പക്ഷെ നമ്മൾ മാത്രമല്ല കേട്ടോ, നല്ല രീതിയിൽ റിവ്യൂ ചെയ്യുന്ന അടിപൊളി ചാനലുകൾക്കും അവര് ഒരാളെ, എനിക്ക് സങ്കടം തോന്നിപ്പോയി. ഇന്നൊക്കെ ഇപ്പൊ ഞാൻ പറയാം, രേവതിയുടെ ഒക്കെ ഇന്ന് ഞാൻ കണ്ടു കേട്ടോ. അതില് ഞാൻ ഇതൊക്കെ തമ്മിൽ കണ്ടിട്ട് പോയതാ, നോക്കിയതാ. അപ്പൊ എന്താന്ന് വെച്ചാല് വെറുതെ അതിലുള്ളൊരു സംഭവം അവര് പറഞ്ഞു, അവര് നന്നായിട്ട് റിവ്യൂ കറക്റ്റ് ആയിട്ട് ചെയ്യുന്നവരാ. അതിലുള്ളത് ഒരാളെ സപ്പോർട്ട് ചെയ്യാറില്ല. എന്താണെന്ന് വെച്ചാൽ അത് പറയും. അതില് ഒരു ഉണ്ടായ സംഭവം പറഞ്ഞു, ഇങ്ങനെയാണ് ഉണ്ടായത്, എന്തിനാ അതിന്റെ ആവശ്യം എന്നുള്ള രീതിയിൽ എന്തോ പറഞ്ഞതിന് ഇവരെ കേറിയിട്ട് എല്ലാരും കൂടി, പിന്നെ ഈ ഫാൻസ് പറഞ്ഞിട്ടുള്ള ആൾക്കാര് തെറി പറയാ, എന്തൊക്കെയോ വിളിക്കുക. അപ്പൊ ഇവര് എന്തൊരു കഷ്ടം അത്. അതൊന്നും ശരിയല്ല, അതൊന്നും ഒട്ടും ശരിയല്ല. പിന്നെ എന്തിനാ റിവ്യൂ ചെയ്യുന്ന കുറെ ആൾക്കാർ നല്ലത് മാത്രം പറഞ്ഞോണ്ടിരിക്കുക. അതെ, അപ്പോൾ അതാണ് സ്ഥിതി. അപ്പോൾ ആ ഒരു സംഗതിയും കൂടി ജസ്റ്റ് ഇതൊന്ന് പറയണം എന്ന് വിചാരിച്ചു. പിന്നെ ഇപ്പം എന്താണെന്നറിയോ, ഞാനൊരു കാര്യം കൂടി പറയട്ടെ. ഇതിപ്പോൾ അവരൊക്കെ ഇതിൻ്റെ ആൾക്കാർ ഇത് വീഡിയോ കാണുന്നറിയില്ല. റിയൽ ലൈഫിൽ ശരിക്കുള്ള ജീവിതത്തിൽ ഇപ്പം 40-43 വയസ്സായിരിക്കും, നമ്മളൊരു ജോലി ചെയ്യുന്നുണ്ട്, കുടുംബമായിട്ട് മുന്നോട്ട് പോകുന്നു. ബട്ട് ഇറ്റ് ഡസൻറ്റ് മീൻ ദാറ്റ് എല്ലാ വ്യക്തികൾക്കും ഒരു പാസ്റ്റ് ഉണ്ടായിരിക്കും. ഇതുപോലെ തെറി പറഞ്ഞ് കേട്ടിട്ടും അങ്ങോട്ട് പറഞ്ഞിട്ടും എന്തും ഫേസ് ചെയ്തിട്ടുള്ളൊക്കെ ഒരു പാസ്റ്റ് ഉണ്ടായിരിക്കും. ഇപ്പം നമ്മൾ അതിനൊക്കെ വിട്ടു നിൽക്കുന്ന ഒരു സിറ്റുവേഷനാണ്. അതുകൊണ്ടാണ് പലപ്പോഴായിട്ട് നമ്മൾ ആരോടും ഒന്നും സംസാരിക്കാൻ നിൽക്കുന്ന ഇതോ. അത് ഞാൻ പറയുന്നത് വെച്ചാൽ ആ വിളിച്ച വ്യക്തിനെ ഞാൻ പറയുന്നില്ല, പറയുന്നത് വെച്ചാൽ അവർ ഹേർട്ടായി സ്വാഭാവികമായിട്ടും. ഇപ്പം എന്നെക്കുറിച്ച് ഒരാൾ വളരെ മോശമായിട്ട് പറയുന്ന സിറ്റുവേഷനിൽ പറയുമ്പോൾ അതിൻ്റെ കമൻറ്റ് ബോക്സൊക്കെ നോക്കുമ്പോൾ കാണുമ്പോൾ അവർക്ക് ഫ്രസ്ട്രേറ്റഡ് ആയി പോകും. അവരതിൻ്റെ പേരിൽ പറഞ്ഞു, ഞാനത് അക്സെപ്റ്റ് ചെയ്യുന്നു, ഞാൻ അപ്പോളജിയും പറഞ്ഞു. വാസ് നോട്ട് റിക്വയർഡ്. നമ്മൾ ചെയ്ത് റിക്വയർഡ് മാത്രമല്ല, അതിനൊരു അർത്ഥമില്ല. ചെയ്ത് കഴിഞ്ഞിട്ട് സോറി പറഞ്ഞതിന് അർത്ഥമില്ല. പക്ഷെ നമ്മൾ പറഞ്ഞു, ഞാൻ എൻ്റെ ഭാഗത്ത് നിന്ന് അപ്പോളജി പറഞ്ഞു, അതവിടെ എൻഡായി. പക്ഷേ പുറകിൽ നിന്ന് ദയവ് ചെയ്ത് കാറ്റടിക്കാതിരിക്കുക. പുറകിൽ നിന്ന് കാറ്റടിക്കുന്നത് നല്ല ശീലമല്ല, അത് മാത്രം പറയുക. കാരണം എന്ന് വെച്ചാൽ കർമ്മ എന്നൊരു സംഗതി ഉണ്ട്, നമ്മളത് ചെയ്യുന്നില്ല കേട്ടോ. പിന്നെ അനാവശ്യമായിട്ടുള്ള കാര്യങ്ങളൊക്കെ അവിടെയും ഇവിടെയൊക്കെ എല്ലാവരോടും പറഞ്ഞു എന്നുള്ള കാര്യങ്ങൾ അറിയുക എന്നൊക്കെ പറയുമ്പോൾ എന്താ അറിയോ, ഒരു സുഖമില്ല കേൾക്കാൻ. ഓക്കെ, ഇത് മനസ്സിലാവേണ്ടവർക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു അല്ലേ ഇത്? ഓക്കെ,
വേറെ പ്രത്യേകിച്ചൊന്നുമില്ലല്ലോ. അപ്പോൾ ഇവളോട് കിടന്നുറങ്ങാൻ പറയട്ടെ, വേഗം പോയിട്ട് എനിക്ക് ഇനി എഡിറ്റിംഗ് ഉണ്ട്. അപ്പോൾ ടേക്ക് കെയർ ആൻഡ് ഗോഡ് ബ്ലെസ്. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. ഇന്ന് നമ്മൾ എപ്പിസോഡിനേക്കാളും കൂടുതൽ സംസാരിച്ചത് മറ്റുള്ള കാര്യങ്ങളാണ്. വേറെ 1-2 കാര്യങ്ങൾ ഉണ്ടായിരുന്നു കേട്ടോ. അത് മിസ്സായി. വേറെ വീഡിയോ പറയാം. ഇന്ന് ഒരുപാട് സമയമായിട്ട് തോന്നുന്നു അല്ലേ? അപ്പോൾ ടേക്ക് കെയർ കേട്ടോ. അടുത്ത വീഡിയോ കാണാം. ഓക്കെ, ബൈ. പിന്നെ ഒരു കാര്യം പറയട്ടെ, സബ്സ്ക്രൈബ് ചെയ്യാത്തൊരു ദയവായി സബ്സ്ക്രൈബ് ചെയ്യാൻ നോക്കുക. വീഡിയോ ലൈക്ക് ചെയ്യുക ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ കേട്ടോ. പിന്നെ നിങ്ങളുടെ സപ്പോർട്ട് വേണം. അത്യാവശ്യം ശത്രുക്കളൊക്കെ വന്നു തുടങ്ങിയിരിക്കുന്നു. നമ്മൾ പോലും അറിയാതെ നമ്മൾ ഭയങ്കര കുറഞ്ഞ അയ്യോ ആകെ കുറച്ച് സബും കുറച്ച് ചെറിയ പരിപാടിയായിട്ട് നമ്മൾ വലിയ അവലോകമായി മാറി ഷാജി കേട്ടാ. നമ്മൾ ഭയങ്കര അധോലോകമായി. ഓക്കെ, അപ്പോൾ അധോലോകത്ത് നിന്ന് നിങ്ങളുടെ സൈൻ ഓഫ് ചെയ്യണം. നാളെ കാണാം കേട്ടോ.